ഈ കഥ ഒരു പഠനമാണ്. ഭൂമിയിലെ 50% ഓക്സിജൻ ഉൽപ്പാദനത്തിന് മുഖ്യ പങ്ക് വഹിക്കുന്ന ഒരു ജീവനെതിരെയുള്ള ഇന്നും നടക്കുന്ന ഒരു യുദ്ധത്തെക്കുറിച്ചുള്ള ഒരു പഠനം. ഈ യുദ്ധത്തിന്റെ ആഴം നിങ്ങൾ മനസ്സിലാക്കണം. തുടർന്ന് നിങ്ങൾക്കും അതിനെതിരെ പോരാടാൻ അവസരമുണ്ട്. അതെങ്ങനെയെന്നും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു വ്യക്തമാക്കാം. നമുക്ക് ആരംഭിക്കാം. 1979 സിയറ എന്നൊരു കപ്പൽ അറ്റ്ലാന്റിക് സമുദ്രത്തിന് കുറുകെ നിശബ്ദമായി സഞ്ചരിക്കുകയായിരുന്നു. എന്നാൽ ഇതൊരു സാധാരണ കപ്പലായിരുന്നില്ല. ലോകത്തിലെ ഏറ്റവും ഭയാനകമായ തിമിംഗല വേട്ടക്കപ്പലുകളിൽ ഒന്നായിരുന്നു അത്. അതിനെ ഇത്ര അപകടകരമാക്കിയത് അതിൻ്റെ ആയുധങ്ങൾ മാത്രമല്ല, മറിച്ച് അതിൻ്റെ വേട്ടയ്ക്ക് പിന്നിലെ ക്രൂരമായ തന്ത്രവുമാണ്. തിമിംഗലങ്ങൾ അവ ബുദ്ധിമാനും വൈകാരികവുമാണ്. അവയിലൊന്നിന് പരിക്കേറ്റാൽ മറ്റുള്ളവർ സഹായിക്കാൻ വരും. സിയറയിലെ വേട്ടക്കാർക്ക് ഇത് അറിയാമായിരുന്നു. 2000 കിലോഗ്രാമിൽ കൂടുതൽ ഭാരമുള്ള ഒരു വലിയ ഹാർപ്പൂൺ ഉപയോഗിച്ച് അവർ ഒരു തിമിംഗലത്തെ വെടിവയ്ക്കും. തിമിംഗലത്തിന്റെ ശരീരത്തിനുള്ളിൽ ഹാർപ്പൂൺ പതിച്ചാൽ തിമിംഗലം പൊട്ടിത്തെറിക്കുന്നു. പരിക്കേറ്റ തിമിംഗലം നിലവിളിക്കും. നിലവിളി കേട്ട് മറ്റ് തിമിംഗലങ്ങൾ സഹായിക്കാൻ ഓടിയെത്തും. അപ്പോഴാണ് വേട്ടക്കാർ അവരെയും ആക്രമിക്കുന്നത്. ഈ ദുഷ്ടതന്ത്രം സിയറയെ 25,000-ലധികം തിമിംഗലങ്ങളെ കൊല്ലാൻ സഹായിച്ചിട്ടുണ്ട്. അത് വളരെ കുപ്രസിദ്ധമായി തീർന്നു. പല തുറമുഖങ്ങളും കപ്പൽ നിരോധിച്ചു. രാജ്യങ്ങൾ ജീവനക്കാർക്ക് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു. പക്ഷേ സിയറ വേട്ടയാടുന്നത് തുടർന്നു. പിന്നെ അപ്രതീക്ഷിതമായ എന്തോ സംഭവിക്കുന്നു. 1979 ജൂലൈയിലെ ഒരു ശാന്തമായ പ്രഭാതത്തിൽ സിയറ പോർച്ചുഗൽ തീരത്തിനടുത്ത് സഞ്ചരിക്കുകയായിരുന്നു. പെട്ടെന്ന് എവിടെ നിന്നോ ഒരു കപ്പൽ പ്രത്യക്ഷപ്പെട്ട് നേരെ സിയറയിലേക്ക് ഇടിച്ചു കയറി. കപ്പലിലുണ്ടായിരുന്ന വേട്ടക്കാർ ഞെട്ടിപ്പോയി. അവർ പ്രതികരിക്കുന്നതിന് മുമ്പ് കപ്പൽ തിരിഞ്ഞു. അവരെ വീണ്ടും ഇടിച്ചു. ഇത്രയും അപകടകരമായ ഒരു കപ്പലിനെ ആക്രമിക്കാൻ ആർക്കാണ് ധൈര്യം? അത് സീ ഷെപ്പേർഡായിരുന്നു. അതിന്റെ തലപ്പത്ത് പോൾ വാട്സൺ എന്ന ആളായിരുന്നു. സിയറയുടെ ക്യാപ്റ്റൻ തന്റെ റൈഫിൾ പുറത്തെടുത്ത് വെടിവെച്ചു. പക്ഷേ വളരെ വൈകി. സിയറയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചിരുന്നു. പോൾ വാട്സൺ തന്റെ ലക്ഷ്യം നേടി. സിയറ അവിടെ തകർന്നു. നാവികസേന പോളിനെ അറസ്റ്റ് ചെയ്തു. പക്ഷേ വിചിത്രമായ എന്തോ സംഭവിക്കുന്നു. സിയറയുടെ ഉടമസ്ഥാവകാശം ആരും അവകാശപ്പെട്ടില്ല. കുറ്റം ചുമത്താൻ ആരുമില്ലാത്തതിനാൽ പോളിനെ മോചിപ്പിച്ചു. മാസങ്ങൾക്ക് ശേഷം ഒരു രഹസ്യ ഓപ്പറേഷനിൽ സിയറ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു. അണ്ടർ വാട്ടർ മൈനുകൾ കപ്പൽ എന്നേക്കുമായി മുക്കി. എന്നാൽ യഥാർത്ഥത്തിൽ പോൾ വാട്സൺ ആരായിരുന്നു? അദ്ദേഹം ഒരു സൈനികനായിരുന്നില്ല. അദ്ദേഹം ഒരു കടൽ കൊള്ളക്കാരനായിരുന്നില്ല. അദ്ദേഹം വ്യത്യസ്തനായിരുന്നു. ഒരു പരിസ്ഥിതി യോദ്ധാവ്. ചിലർ അദ്ദേഹത്തെ ഒരു ഹീറോ എന്ന് വിളിച്ചു. മറ്റുള്ളവർ അദ്ദേഹത്തെ അപകടകാരി എന്ന് വിളിച്ചു. പക്ഷേ അദ്ദേഹത്തിന്റെ ദൗത്യം വ്യക്തമായിരുന്നു: ഗ്രഹത്തെ സംരക്ഷിക്കുക. പോൾ വാട്സൺ കാനഡയിലാണ് വളർന്നത്. അദ്ദേഹത്തിന്റെ ബാല്യം എളുപ്പമായിരുന്നില്ല. പിതാവ് അക്രമാസക്തനായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന് അമ്മയെ നഷ്ടപ്പെട്ടു. പോളിന് അധികം സുഹൃത്തുക്കളില്ലായിരുന്നു. പക്ഷെ അദ്ദേഹം ഒരു കാട്ടുമൃഗവുമായി, ഒരു ബീവർ, അടുപ്പത്തിലായി. അദ്ദേഹം അതിന് ബക്കി എന്ന് പേരിട്ടു. അവർ ധാരാളം സമയം ഒരുമിച്ച് ചെലവഴിച്ചു. ഒരു ദിവസം ബക്കി ഒരു വേട്ടക്കാരന്റെ കെണിയിൽ കുടുങ്ങി മരിക്കുകയുണ്ടായി. ഇത് പോളിനെ വല്ലാതെ ബാധിച്ചു. അന്നുമുതൽ വെറും 11 വയസ്സ് മാത്രമുള്ളപ്പോൾ അദ്ദേഹം കാട്ടിലേക്ക് പോയി മൃഗങ്ങളുടെ കെണികൾ നീക്കം ചെയ്യാൻ തുടങ്ങി. അവൻ വളർന്നപ്പോൾ അതിലും ഹൃദയഭേദകമായ ഒന്ന് അവൻ കണ്ടു. വേട്ടക്കാർ ക്രൂരവും രക്തരൂഷിതവുമായ രീതിയിൽ സീലുകളെ കൊല്ലുന്നത് അവൻ കണ്ടു. പോളിന് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. വീട് വിട്ട് മൃഗങ്ങളെയും പ്രകൃതിയെയും സംരക്ഷിക്കാൻ പ്രവർത്തിക്കുന്ന ആളുകളോടൊപ്പം പോരാടാൻ അവൻ തീരുമാനിക്കുകയാണ്. 1971 അലാസ്കയിലെ ഒരു വന്യജീവി ദ്വീപിൽ ഒരു ന്യൂക്ലിയർ ബോംബ് പരീക്ഷണം നടക്കാൻ പോകുന്നുവെന്ന് പോളും ഒരു ചെറിയ സംഘവും അറിഞ്ഞു. ഈ ദ്വീപ് നിരവധി കടൽ ജീവികളുടെ ആവാസ കേന്ദ്രമായിരുന്നു. പോളും സുഹൃത്തുക്കളും ഒരു ചെറിയ ബോട്ടിൽ സ്ഥലത്തെത്തി പരീക്ഷണം തടയാൻ ശ്രമിച്ചു. മൃഗങ്ങൾക്ക് വേണ്ടി അവർ തങ്ങളുടെ ജീവൻ പണയപ്പെടുത്തി. പരീക്ഷണം അപ്പോഴും നടന്നു. പക്ഷേ അവരുടെ പ്രതിഷേധം ലോകത്തെ ഞെട്ടിച്ചു. അവരുടെ ശ്രമങ്ങൾ കാരണം ആണവ പരീക്ഷണങ്ങൾ പിന്നീട് നിർത്തിവെച്ചു. ഈ ഗ്രൂപ്പ് പിന്നീട് ഗ്രീൻ പീസ് എന്നറിയപ്പെടുന്ന പ്രശസ്തമായ പരിസ്ഥിതി സംഘടനയായി മാറി. പോൾ വാട്സൺ അതിന്റെ സ്ഥാപക അംഗങ്ങളിൽ ഒരാളായിരുന്നു. എന്നാൽ പോളിന്റെ ഏറ്റവും ശക്തമായ ബന്ധം തിമിംഗലങ്ങളായിരുന്നു. ഒരു ദിവസം ഒരു ശാസ്ത്രജ്ഞൻ അക്വേറിയത്തിൽ സൂക്ഷിച്ചിരുന്ന ഒരു ഓർക്ക തിമിംഗലത്തെക്കുറിച്ച് പഠിക്കുകയായിരുന്നു. തിമിംഗലം എത്ര ബുദ്ധിമാനാണെന്ന് ശാസ്ത്രജ്ഞൻ പരീക്ഷിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ആദ്യം തിമിംഗലം ശരിയായ ഉത്തരങ്ങൾ നൽകി. എന്നാൽ പിന്നീട് തിമിംഗലം മനഃപൂർവ്വം തെറ്റായ ഉത്തരങ്ങൾ നൽകാൻ തുടങ്ങി. ശാസ്ത്രജ്ഞനെ ആശയക്കുഴപ്പത്തിലാക്കാൻ വേണ്ടിയായിരുന്നു അത്. ആ നിമിഷം പോളിന്റെ ജീവിതം മാറ്റിമറിച്ചു. തിമിംഗലങ്ങൾ വെറും വലിയ മൃഗങ്ങളല്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അവ ബുദ്ധിശക്തിയുള്ള വൈകാരിക ജീവികളാണ്. അവയ്ക്ക് ചിന്തിക്കാനും വേദന അനുഭവിക്കാനും തന്ത്രങ്ങൾ ഉപയോഗിക്കാനും കഴിയും. ഒരു ദിവസം പോൾ ഒരു തീരുമാനമെടുത്തു. എന്തുതന്നെ ആയാലും തിമിംഗലങ്ങളെയും മറ്റ് കടൽ ജീവികളെയും സംരക്ഷിക്കും. അത് സ്വന്തം ജീവൻ പണയപ്പെടുത്തിയായാലും.
സുഹൃത്തുക്കളെ, എന്റെ അഭിപ്രായത്തിൽ അതൊരു വലിയ പ്രതിജ്ഞയായിരുന്നു. ശേഷം ശാസ്ത്രജ്ഞരുമായും ആക്ടിവിസ്റ്റുകളുമായി പ്രവർത്തിക്കുന്നതിനിടയിൽ പോൾ വാട്സൺ പോൾ സ്പോങ് എന്ന ഒരു വ്യക്തിയെ കണ്ടുമുട്ടുകയുണ്ടായി. തിമിംഗലങ്ങളെ സൂക്ഷ്മമായി പഠിച്ച ഒരു ജീവശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം. തിമിംഗലങ്ങളെ എത്രമാത്രം ക്രൂരമായി വേട്ടയാടുന്നുവെന്നും അവയുടെ എണ്ണം എങ്ങനെ വേഗത്തിൽ കുറയുന്നുവെന്നും അറിഞ്ഞപ്പോൾ പോൾ ഞെട്ടിപ്പോയി. തിമിംഗല വേട്ടയ്ക്കെതിരെ പോരാടാൻ തുടങ്ങുക എന്ന ശക്തമായ ആശയവുമായാണ് പോൾ സ്പോങ് ഗ്രീൻപീസിലെത്തിയത്. ഈ ആശയം പോൾ വാട്സനെയും പ്രചോദിപ്പിച്ചു. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് എത്ര പ്രധാനമാണെന്ന് കാണിക്കാൻ തിമിംഗലങ്ങളാണ് തികഞ്ഞ പ്രതീകമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. എന്തുകൊണ്ട് തിമിംഗലങ്ങൾ? കാരണം തിമിംഗലങ്ങൾ അവിശ്വസനീയമാം വിധം ബുദ്ധിമാനായ ജീവികളാണ്. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ മൃഗമാണ് നീലത്തിമിംഗലം. ഏറ്റവും വലിയ ദിനോസറുകളേക്കാൾ വലുത്. ഗ്രഹത്തിലെ ഏറ്റവും വലിയ തലച്ചോറ് ബീജത്തിമിംഗലത്തിനാണുള്ളത്. മനുഷ്യ തലച്ചോറിനേക്കാൾ 5 ഇരട്ടി വലുത്. തിമിംഗലങ്ങൾക്ക് മനുഷ്യർക്കില്ലാത്ത ഒരു പ്രത്യേക തലച്ചോറ് ഭാഗമുണ്ട്. പാരാലിംബിക് ലോബ് എന്ന് വിളിക്കുന്നു. വികാരങ്ങൾ മനസ്സിലാക്കാൻ ഇത് അവയെ സഹായിക്കുന്നു. അതുകൊണ്ടാണ് തിമിംഗലങ്ങൾക്ക് സങ്കടം, സ്നേഹം, സഹാനുഭൂതി തുടങ്ങിയ വികാരങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെന്ന് പല ശാസ്ത്രജ്ഞരും വിശ്വസിക്കുന്നത്. ഒരുപക്ഷെ മനുഷ്യരെക്കാൾ ആഴത്തിൽ. ബോട്ടിൽ നോസ് ഡോൾഫിനുകൾ പോലുള്ള ചില തിമിംഗലങ്ങൾ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതായി പോലും കാണാം. ഉദാഹരണത്തിന് ഓർക്ക തിമിംഗലങ്ങൾക്ക്, അതായത് കൊലയാളി തിമിംഗലങ്ങൾക്ക് പരസ്പരം സംസാരിക്കാൻ അവരുടേതായ വിളികളുണ്ട്, ഏതാണ്ട് പേരുകൾ പോലെ. പ്രാദേശിക ഭാഷകളിൽ പോലും സംസാരിക്കാൻ ബീജത്തിമിംഗലങ്ങൾക്ക് കഴിയും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നത് പോലെയാണത്. അവ കൂട്ടമായി ജീവിക്കുന്നു. തങ്ങളുടെ കുഞ്ഞുങ്ങളെയും മുതിർന്നവരെയും പരിപാലിക്കുന്നു. ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് അറിവ് പോലും പകരുന്നു. ഉദാഹരണത്തിന് കൂനൻ തിമിംഗലങ്ങൾ മാതാപിതാക്കളിൽ നിന്ന് കുട്ടികൾക്ക് അവരുടെ പാട്ടുകൾ കൈമാറുന്നു. ഓർക്ക തിമിംഗലങ്ങളുടെ ഓരോ കൂട്ടത്തിനും അതിൻ്റെതായ ആശയവിനിമയ മാർഗമുണ്ട്. അവയ്ക്ക് സംസ്കാരം പോലുള്ള ഒന്ന് ഉണ്ടെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ചിലപ്പോൾ തിമിംഗലങ്ങൾ മനുഷ്യരെ പോലും രക്ഷിച്ചിട്ടുണ്ട്. അപകടത്തിൽപ്പെട്ട ആളുകളെ തിമിംഗലങ്ങൾ സഹായിച്ച കഥകളുണ്ട്. അതിനെയാണ് പരോപകാരം എന്ന് വിളിക്കുന്നത്. ഒന്നും തിരികെ പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരെ സഹായിക്കുക. മനുഷ്യർക്ക് മാത്രമേ അത് ചെയ്യാൻ കഴിയൂ എന്ന് ആളുകൾ കരുതിയിരുന്നു. പക്ഷേ തിമിംഗലങ്ങൾക്കും കഴിയും. തിമിംഗലങ്ങൾ എത്ര ബുദ്ധിമാന്മാരാണെന്ന് ശാസ്ത്രജ്ഞർക്ക് ഇപ്പോഴും പൂർണ്ണമായി മനസ്സിലായിട്ടില്ല. പഠിക്കാൻ ഇനിയും ഏറെയുണ്ട്. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്: ഗ്രഹത്തെ സംരക്ഷിക്കുന്നതിൽ തിമിംഗലങ്ങൾക്ക് ഒരു പ്രധാന പങ്കുണ്ട്. എങ്ങനെയെന്നല്ലേ? വ്യക്തമാക്കാം. തിമിംഗലങ്ങൾ മാലിന്യങ്ങൾ ഭക്ഷിച്ച് കടലിലേക്ക് മലമായി പുറത്തുവിടുന്നു. ആ മാലിന്യം പോഷകങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. ആ പോഷകങ്ങൾ ഫൈറ്റോ പ്ലാങ്ക്ടണിനെ പോഷിപ്പിക്കുന്നു. സമുദ്രത്തിൽ പൊങ്ങിക്കിടക്കുന്ന ചെറിയ കടൽ സസ്യങ്ങൾ. നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജന്റെ ഭൂരിഭാഗവും ഈ സസ്യങ്ങളാണ് നൽകുന്നത്. വാസ്തവത്തിൽ വായുവിൽ നിന്ന് നീക്കം ചെയ്യുന്ന കാർബൺ ഡയോക്സൈഡിന്റെ 40% ഫൈറ്റോ പ്ലാങ്ക്ടണാണ് ചെയ്യുന്നത്. നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജന്റെ പകുതിയോളം അവയാണ് നിർമ്മിക്കുന്നത്. അതായത് തിമിംഗലങ്ങൾ സംരക്ഷിക്കപ്പെട്ടാൽ ഫൈറ്റോ പ്ലാങ്ക്ടൺ വളരുന്നു. ഫൈറ്റോ പ്ലാങ്ക്ടൺ വളരുകയാണെങ്കിൽ ഭൂമി ആരോഗ്യത്തോടെ ഇരിക്കും. സുഹൃത്തുക്കളെ, അതുകൊണ്ട് 1975 ഗ്രീൻപീസ് സേവ് ദ വെയിൽ എന്ന പേരിൽ ഒരു പുതിയ പ്രസ്ഥാനം ആരംഭിച്ചു. ആഗോള പരിസ്ഥിതി പ്രവർത്തനങ്ങളിലെ ആദ്യത്തെ പ്രധാന ചുവടുവയ്പ്പുകളിൽ ഒന്നായിരുന്നു അത്. സോവിയറ്റ് കപ്പലുകൾ തിമിംഗലങ്ങളെ കൊന്നൊടുക്കുന്ന കാലിഫോർണിയക്ക് സമീപം തിമിംഗല വേട്ട കപ്പലുകളെ ലക്ഷ്യമിട്ടാണ് അവർ അത് ആരംഭിച്ചത്. ആക്ടിവിസ്റ്റുകൾ അക്രമം ഉപയോഗിച്ചില്ല. പകരം സോഡിയാക്സ് എന്ന ചെറിയ റബ്ബർ ബോട്ടുകളിൽ അവർ കടലിലേക്ക് പോയി. ഭീമാകരമായ തിമിംഗല വേട്ട കപ്പലുകളുടെ അടുത്തെത്തി. തിമിംഗല വേട്ട നിർത്തുക എന്നെഴുതിയ ബോർഡുകൾ ഉയർത്തിപ്പിടിച്ചാണ് അവർ കടലിലേക്ക് ഇറങ്ങിയത്. ഈ ദൗത്യത്തിൽ ചേർന്ന ആദ്യ വ്യക്തികളിൽ ഒരാളായിരുന്നു പോൾ വാട്സൺ. ഇതൊരു തുടക്കം മാത്രമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. വളരെ വലിയ എന്തോ ഒന്ന് മുന്നിലുണ്ട് എന്ന വിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. സോവിയറ്റ് തിമിംഗല വേട്ട കപ്പലുകൾക്ക് സമീപം പോൾ വാട്സണും സംഘവും എത്തിയപ്പോൾ അവർ ഞെട്ടിക്കുന്ന ഒരു കാര്യം കണ്ടു. മാരക ആയുധങ്ങൾ ഉപയോഗിച്ച് 2 തിമിംഗലങ്ങളെ ഇതിനകം ആക്രമിച്ചിരുന്നു. ഈ ആയുധങ്ങൾ പഴയ രീതിയിലുള്ള കൈകൊണ്ട് എറിയുന്ന കുന്തങ്ങളായിരുന്നില്ല. 1970കളോടെ സോവിയറ്റ് കപ്പലുകൾ ഭീമൻ ഹാർപൂൺ തോക്കുകൾ ഉപയോഗിച്ചു. ഈ തോക്കുകൾ വളരെ വലുതായിരുന്നു. അവയ്ക്ക് 2 ടണ്ണിലധികം ഭാരമുണ്ടായിരുന്നു. അവയിൽ നിന്ന് വെടിയുതിർത്ത ഹാർപൂണുകൾ തിമിംഗലത്തെ ഇടിക്കുകയും പിന്നീട് ശരീരത്തിനുള്ളിൽ പൊട്ടിത്തെറിക്കുകയും ചെയ്യുമായിരുന്നു. കൊല്ലപ്പെട്ട 2 തിമിംഗലങ്ങളിൽ ഒന്ന് ഒരു കുഞ്ഞായിരുന്നു. തിമിംഗലം എത്ര ചെറുതും നിരപരാധിയുമാണെന്ന് ലോകത്തെ കാണിക്കാൻ പോൾ വാട്സൺ അതിൻ്റെ ശരീരത്തിന് മുകളിൽ ഇരുന്ന് ഫോട്ടോ എടുത്തു. ആ ഫോട്ടോ പിന്നീട് ലോക പ്രശസ്തമായി. 1975 പോൾ വാട്സന്റെ ജീവിതം പൂർണ്ണമായി മാറ്റിമറിച്ച ഒരു സംഭവം നടന്നു. ഒരു സോവിയറ്റ് കപ്പൽ തടയാൻ ശ്രമിക്കുന്നതിനിടയിൽ തൻ്റെ തൊട്ടുമുന്നിൽ ഒരു തിമിംഗലം കൊല്ലപ്പെടുന്നത് അദ്ദേഹം കണ്ടു. മറ്റൊരു തിമിംഗലം അതിൻ്റെ ഇനത്തെ സംരക്ഷിക്കാൻ ശ്രമിച്ചു. പക്ഷേ അതിനും വെടിയേറ്റു. മുറിവേറ്റ തിമിംഗലത്തിന് വളരെ അടുത്തായിരുന്നു വാട്സൺ.
അത് മുങ്ങിത്താഴുമ്പോൾ അവൻ അതിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. പിന്നീട് അദ്ദേഹം പറഞ്ഞു, എന്താണ് സംഭവിക്കുന്നതെന്ന് തിമിംഗലത്തിന് മനസ്സിലായി. ചില മനുഷ്യർ അതിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും മറ്റുള്ളവർ വാട്സനെ സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും. തിമിംഗലത്തിന് അവരുടെ ചെറിയ ബോട്ടിനെ എളുപ്പത്തിൽ ആക്രമിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ആ വേദനയിൽ പോലും അത് അങ്ങനെ ചെയ്തില്ല. ആ നിമിഷം വാട്സനെ ആഴത്തിൽ സ്പർശിച്ചു. ഈ മനോഹരമായ ജീവികളെ സംരക്ഷിക്കാൻ തൻ്റെ മുഴുവൻ ജീവിതവും ചെലവഴിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ഗ്രീൻപീസ് എല്ലാം വീഡിയോയിൽ പകർത്തിയിരുന്നു. അത് വേഗത്തിൽ പടർന്നു. ലോകമെമ്പാടുമുള്ള ആളുകൾ തിമിംഗലങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് കണ്ടു. പക്ഷേ വാട്സണിന് ഇപ്പോഴും ഒരു ചോദ്യമുണ്ടായിരുന്നു. സോവിയറ്റ് യൂണിയനുകൾ എന്തിനാണ് ഇത്രയധികം തിമിംഗലങ്ങളെ വേട്ടയാടുന്നത്? അത് മാംസത്തിന് വേണ്ടിയല്ല. അന്വേഷിച്ചപ്പോൾ യഥാർത്ഥ കാരണം അദ്ദേഹം കണ്ടെത്തി. അവർ ബീജത്തിമിംഗലങ്ങളിൽ നിന്ന് ഒരു പ്രത്യേക എണ്ണ ശേഖരിക്കുകയായിരുന്നു. ഈ എണ്ണ യന്ത്രങ്ങളിലും മിസൈലുകൾ നിർമ്മിക്കുന്നതിലും പോലും ഉപയോഗിച്ചു. വാട്സൺ ഞെട്ടിപ്പോയി. മനുഷ്യരാശിയെ തന്നെ നശിപ്പിക്കാൻ കഴിയുന്ന ആയുധങ്ങൾ നിർമ്മിക്കാൻ മനുഷ്യർ ഇത്രയും ബുദ്ധിമാനായ ജീവികളെ കൊല്ലുന്നുവെന്ന് അദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് പോൾ വാട്സൺ മനസ്സിലാക്കിയത് മനുഷ്യർ തിരഞ്ഞെടുക്കുന്ന രീതിയിൽ എന്തോ വലിയ തെറ്റുണ്ടെന്ന്. അദ്ദേഹം അത് വിളിച്ചു പറയുകയും ചെയ്തു. 1976 മൃഗങ്ങളെ കൊല്ലുന്ന മറ്റൊരു സ്ഥലത്തേക്ക്, കാനഡയിലെ മഞ്ഞുമൂടിയ ദേശത്തേക്ക് അദ്ദേഹം പോയി. അവിടെ എല്ലാ വർഷവും ആയിരക്കണക്കിന് കുഞ്ഞു സീലുകൾ കൊല്ലപ്പെട്ടിരുന്നു. ആളുകൾ വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ അവയുടെ മൃദുവായ രോമങ്ങൾ എടുത്തു. അതൊരു വലിയ തോതിലുള്ള കൊലപാതകമായിരുന്നു. വേട്ടക്കാർ പറഞ്ഞു, ഇത് ഞങ്ങളുടെ പാരമ്പര്യമാണ്. എന്നാൽ വാട്സണും സംഘവും പറഞ്ഞു, പാരമ്പര്യം ക്രൂരതയെ ന്യായീകരിക്കാൻ ഉപയോഗിക്കരുത്. ഇന്ന് വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ ആളുകൾക്ക് മൃഗങ്ങളുടെ രോമങ്ങൾ ആവശ്യമില്ല. മനുഷ്യർ തിരഞ്ഞെടുക്കുന്ന രീതിയിൽ എന്തോ വലിയ തെറ്റുണ്ടെന്ന് തെളിയിക്കുന്ന ഒരു സംഭവം തന്നെയാണ് സുഹൃത്തുക്കളെ ഇത്. കൊലപാതകം നിർത്താൻ വാട്സണും സുഹൃത്ത് റോബർട്ട് ഹണ്ടറും വേട്ടക്കാരുടെ കപ്പലുകൾക്ക് മുന്നിൽ നിന്നു. ഇത് വളരെ അപകടകരമായിരുന്നു. കപ്പലുകൾ വലുതായിരുന്നു. ഒരു പ്രതിഷേധത്തിനിടെ വേട്ടക്കാർ വാട്സനെ ആക്രമിച്ചു. അവർ അവനെ അടിച്ചു, ഡെക്കിനു കുറുകെ വലിച്ചിഴച്ചു. ആ സമയം ഒരു വേട്ടക്കാരൻ ഒരു സീലിനെ കൊല്ലാൻ പോകുന്നത് വാട്സൺ കണ്ടു. അവനെ തടയാൻ വാട്സൺ ആയുധമെടുത്ത് കടലിലേക്ക് എറിഞ്ഞു. ഇതൊരു വലിയ പ്രശ്നം സൃഷ്ടിച്ചു. അതുവരെ സമാധാനപരമായ പ്രതിഷേധം മാത്രമാണ് വാട്സൺ പിന്തുടർന്നിരുന്നത്. എന്നാൽ അപ്പോൾ അദ്ദേഹം നേരിട്ട് നടപടിയെടുക്കുകയായിരുന്നു. ഗ്രീൻപീസ് അഹിംസ എന്ന ആശയത്തിൽ അധിഷ്ഠിതമായിരുന്നു. അതിനാൽ അവർ വാട്സനെ അവരുടെ നേതൃത്വത്തിൽ നിന്ന് നീക്കം ചെയ്തു. പക്ഷേ വാട്സൺ നിർത്തിയില്ല. അദ്ദേഹം ഒരു പുതിയ ഗ്രൂപ്പ് ആരംഭിച്ചു. ആദ്യം അത് എർത്ത് ഫോഴ്സ് എന്നറിയപ്പെട്ടു. പിന്നീട് അത് സീ ഷെപ്പേർഡ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. അവരുടെ പ്രവർത്തന രീതി വളരെ വ്യത്യസ്തമായിരുന്നു. ഗ്രീൻപീസ് തെറ്റായ പ്രവർത്തനങ്ങളുടെ വീഡിയോകളും ഫോട്ടോകളും മാത്രമേ എടുത്തിരുന്നുള്ളൂ. അവർ അത് ആളുകളെയും കോടതികളെയും കാണിച്ചു. എന്നാൽ സീ ഷെപ്പേർഡ് വിശ്വസിച്ചത് ഒരു കപ്പൽ തിമിംഗലങ്ങളെ കൊല്ലുകയാണെങ്കിൽ വീഡിയോ പകർത്തുന്നതിന് പകരം നമ്മളത് അവിടെ തന്നെ നിർത്തിക്കണം. പോൾ വാട്സൺ ഗ്രൂപ്പിന് ഒരു പ്രത്യേക ലോഗോ നൽകി, ഒരു കടൽ കൊള്ളക്കാരുടെ ശൈലിയിലുള്ള പതാക. ഇത് അവരുടെ നിർഭയ മനോഭാവം കാണിച്ചു. വർഷങ്ങളായി സീ ഷെപ്പേർഡ് പ്രശസ്തമായി. അവർ നിരവധി നിയമവിരുദ്ധ കപ്പലുകൾ നിർത്തി. ഒരിക്കൽ അവർ ഒരു കടൽ കൊള്ളക്കാരുടെ തിമിംഗല കപ്പൽ പോലും മുക്കിക്കളഞ്ഞു. 1981 വാട്സൺ അതിലും അപകടകരമായ ഒരു കാര്യം ചെയ്തു. അദ്ദേഹം രഹസ്യമായി സോവിയറ്റ് യൂണിയനിലെ സൈബീരിയയിൽ പ്രവേശിച്ചു. അവിടെ നിയമവിരുദ്ധമായി വേട്ടയാടിയ തിമിംഗല മാംസമൃഗങ്ങൾക്ക് ഭക്ഷണമാക്കുന്ന ഒരു ഫാക്ടറി അദ്ദേഹം ചിത്രീകരിച്ചു. പിന്നീട് ഗ്രീൻപീസും സമാനമായ ഒരു ദൗത്യം പരീക്ഷിച്ചു. പക്ഷേ അവർ പരാജയപ്പെട്ടു, പിടിക്കപ്പെട്ടു. 1983 അദ്ദേഹം തൻ്റെ കപ്പലുമായി സീൽ വേട്ട തടയുന്ന സാഹചര്യത്തിൽ അറസ്റ്റിലായി. എന്നാൽ അടുത്ത വർഷം മോചിതനായതിനു ശേഷം പ്രശസ്ത നടി ബ്രിജിറ്റ് ബാർഡിനോടൊപ്പം അവർ ഭംഗിയുള്ള കുഞ്ഞു സീലുകളുമായി ഫോട്ടോകൾ എടുത്തു. ഈ ചിത്രങ്ങൾ വൈറലാകുകയും ലോകമെമ്പാടും വ്യാപിക്കുകയും ചെയ്തു. ഇക്കാരണത്താൽ സീൽ വേട്ട 10 വർഷത്തേക്ക് നിരോധിച്ചു. വാട്സന്റെ പ്രവർത്തനങ്ങൾ വലിയ മാറ്റമുണ്ടാക്കി. 1946 തിമിംഗല വേട്ട നിർത്താൻ അന്താരാഷ്ട്ര തിമിംഗല കമ്മീഷൻ രൂപീകരിച്ചു. പക്ഷേ പ്രശ്നമെന്തെന്നാൽ തിമിംഗലങ്ങളെ വേട്ടയാടിയ രാജ്യങ്ങളാണ് ചുമതല വഹിച്ചത്. വാട്സണും ഗ്രീൻപീസും മറ്റുള്ളവരും ചേർന്ന് 1986 ഒരു വലിയ മാറ്റം വരുത്തി. വാണിജ്യ തിമിംഗല വേട്ട നിരോധിച്ചു. പക്ഷേ ജപ്പാൻ ഇപ്പോഴും വേട്ടയാടൽ തുടരുന്നുണ്ട്. അത് ശാസ്ത്രീയ ഗവേഷണത്തിന് വേണ്ടിയാണെന്ന് അവർ പറയുന്നു. എന്നാൽ സത്യത്തിൽ അവർ അത് മാംസത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. എല്ലാ വർഷവും ഈ ഒഴികഴിവ് ഉപയോഗിച്ച് ജപ്പാൻ ഏകദേശം 1000 തിമിംഗലങ്ങളെ കൊന്നൊടുക്കുന്നു. ഐസ്ലാൻഡും അവരോടൊപ്പം ചേർന്ന് ജപ്പാന് തിമിംഗല മാംസം വിൽക്കുന്നുണ്ട്. 1986 മുതൽ 2022 വരെ നിരോധനത്തിന് ശേഷവും ഏകദേശം 40,000 തിമിംഗലങ്ങൾ കൊല്ലപ്പെട്ടു. വാട്സൺ ദേഷ്യത്തിലായി. അദ്ദേഹം തന്റെ സംഘത്തോടൊപ്പം ഐസ്ലാൻഡിലേക്ക് പോകുകയുണ്ടായി. അവർ ഒരു തിമിംഗല മാംസ ഫാക്ടറിയിൽ കയറി ചുറ്റികയും ആസിഡും ഉപയോഗിച്ച് അത് നശിപ്പിച്ചു. ഇതിന് $2 മില്യൺ നാശനഷ്ടമുണ്ടായി.
പിന്നെ അവർ ഐസ്ലാൻഡിൻ്റെ തലസ്ഥാനത്തേക്ക് പോയി. 2 തിമിംഗല വേട്ട കപ്പലുകൾ മുക്കിക്കളഞ്ഞു. ആകെ 4 എണ്ണം ഉണ്ടായിരുന്നു. ആളുകൾ കപ്പലിലുണ്ടായിരുന്നതിനാൽ അദ്ദേഹം മറ്റ് 2 എണ്ണം ഉപേക്ഷിച്ചു. ആരെയും ഉപദ്രവിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല. പലരും സീ ഷെപ്പേർഡിനെ ഭീകരർ എന്ന് വിളിച്ചു. എന്നാൽ താൻ ചെയ്തത് ശരിയാണെന്ന് വാട്സൺ വിശ്വസിച്ചു. 1988 അദ്ദേഹം ഐസ്ലാൻഡിലേക്ക് പോയി കീഴടങ്ങി. അദ്ദേഹം പറഞ്ഞു തെറ്റാണെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം. പക്ഷേ അവർ അറസ്റ്റ് ചെയ്തില്ല. അവർ അദ്ദേഹത്തെ രാജ്യത്തിന് പുറത്തേക്ക് അയച്ചു. അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ 2000കളിൽ അപൂർവ കടൽ ജീവികളെ വേട്ടയാടുന്നവരെ തടയാൻ അദ്ദേഹം തെക്കേ അമേരിക്കയിൽ പ്രചാരണങ്ങൾ ആരംഭിച്ചു. കോസ്റ്റാറിക്കയിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. എന്നാൽ ഒരു ക്യാമറ സംഘം എല്ലാം റെക്കോർഡ് ചെയ്തിരുന്നു. അങ്ങനെ അദ്ദേഹം രക്ഷപ്പെട്ടു. പിന്നീട് അദ്ദേഹം ജാപ്പനീസ് തിമിംഗല വേട്ടയിലേക്ക് ശ്രദ്ധ തിരിച്ചു. 2005 അദ്ദേഹം അവരുടെ കപ്പലുകളെ ലക്ഷ്യമിടാൻ തുടങ്ങി. 2006 അദ്ദേഹം 2 കപ്പലുകൾ അന്റാർട്ടിക്കയിലേക്ക് കൊണ്ടുപോയി. ഒരു കാലത്ത് തിമിംഗലങ്ങൾ നിറഞ്ഞ ഒരു സ്ഥലം. എന്നാൽ അപ്പോൾ വേട്ടയാടൽ കാരണം തിമിംഗലങ്ങൾ ഏതാണ്ട് അപ്രത്യക്ഷമായി. ജാപ്പനീസ് കപ്പലുകൾക്ക് 2 തരം കപ്പലുകൾ ഉണ്ടായിരുന്നു. ഒന്ന് സ്ഫോടനാത്മകമായ ഹാർപൂണുകൾ ഉപയോഗിച്ച് തിമിംഗലങ്ങളെ വേട്ടയാടുന്നതിനും മാംസം മുറിച്ച് മരവിപ്പിക്കുന്നതിനുമുള്ള ഒരു ഫാക്ടറി കപ്പൽ. ഈ ഫാക്ടറി കപ്പലിൻ്റെ പേര് നിഷിൻ മാരു എന്നാണ്. അതിൽ റിസർച്ച് എന്ന വാക്ക് എഴുതിയിരുന്നു. പക്ഷേ അതെല്ലാം വ്യാജമായിരുന്നു. വാട്സന്റെ സംഘം ബ്യൂട്ടറിക് ആസിഡും പുക ബോംബുകളും ഉപയോഗിച്ച് കപ്പലിനെ ആക്രമിച്ചു. ബ്യൂട്ടറിക് ആസിഡ് ദുർഗന്ധം വമിക്കുന്നുണ്ടെങ്കിലും ആളുകളെ ഉപദ്രവിക്കുന്നില്ല. പുക ജാപ്പനീസ് ക്രൂവിനെ വേട്ടയാടുന്നത് ബുദ്ധിമുട്ടാക്കി. എല്ലാ വർഷവും ഡിസംബർ മുതൽ മാർച്ച് വരെ സീ ഷെപ്പേർഡ് അന്റാർട്ടിക്കയ്ക്ക് സമീപം ജാപ്പനീസ് കപ്പലുകളുമായി യുദ്ധം ചെയ്യുമായിരുന്നു. ജപ്പാൻ അവരെ പരിസ്ഥിതി തീവ്രവാദികൾ എന്ന് വിളിച്ചു. എന്നാൽ 2008 മുതൽ 2015 വരെ ഈ പോരാട്ടങ്ങൾ വെയിൽസ് വാർ എന്ന പ്രശസ്തമായ TV ഷോയിൽ പ്രദർശിപ്പിച്ചു. ആ ചാനലിൽ ഏറ്റവും ജനപ്രിയ ഷോയായി ഇത് മാറി. വാട്സൺ കൂടുതൽ പ്രശസ്തനായി. വാട്സൺ കാരണം ജാപ്പനീസ് വേട്ടക്കാർക്ക് അവർ ആസൂത്രണം ചെയ്ത തിമിംഗലങ്ങളുടെ പകുതി മാത്രമേ കൊല്ലാൻ കഴിഞ്ഞുള്ളൂ. വേഗത വർദ്ധിപ്പിക്കാൻ സീ ഷെപ്പേർഡ് $2.5 മില്യൺ വിലമതിക്കുന്ന ഒരു പുതിയ സ്പീഡ് ബോട്ട് വാങ്ങി. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ കപ്പലായിരുന്നു അത്. ആഡിഗിൽ എന്ന ഹോളിവുഡ് ബിസിനസ്സുകാരൻ പണം നൽകി. അതിനാൽ അവർ ആ കപ്പലിന് ആഡിഗിൽ എന്ന് പേരിട്ടു. 2010 ഒരു പ്രതിഷേധത്തിനിടെ അവർ ആഡിഗിൽ ഷോനാൻ മാരു 2 എന്ന ജാപ്പനീസ് കപ്പലിന് മുന്നിൽ നിർത്തി. പക്ഷെ ജാപ്പനീസ് കപ്പൽ നിന്നില്ല. അത് ആഡിഗില്ലിൽ ഇടിച്ച് 2ആയി തകർത്തു. ഭാഗ്യവശാൽ ആരും കൊല്ലപ്പെട്ടില്ല. 6 ക്രൂ അംഗങ്ങളിൽ ഒരാൾക്ക് വാരിയെല്ലുകൾ ഒടിഞ്ഞു. മറ്റുള്ളവരെ ഒരു ലൈഫ് ബോട്ട് രക്ഷപ്പെടുത്തി. തകർന്ന കപ്പലായ ആഡിഗിൽ കരയിലേക്ക് തിരികെ കൊണ്ടുവരാൻ അവർ ശ്രമിച്ചു. പക്ഷേ വഴിയിൽ അത് മുങ്ങിപ്പോയി. ഇതിനുശേഷം ജപ്പാൻ പോൾ വാട്സണിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു. അമേരിക്കയിൽ സീ ഷെപ്പേർഡിനെ കടൽ കൊള്ളക്കാരുടെ സംഘം എന്ന് വിളിച്ചു. കോസ്റ്റാറിക്കയിൽ പഴയ കേസ് വീണ്ടും തുറന്നു. 2012 മെയ് മാസത്തിൽ വാട്സനെ ജർമ്മനിയിൽ അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചു. പക്ഷേ അദ്ദേഹം ജർമ്മനിയിൽ തന്നെ തുടരുകയാണെങ്കിൽ മാത്രം. എന്നാൽ പിന്നീട് ജപ്പാനും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്ന് അദ്ദേഹം കേട്ടു. അതിനാൽ പോൾ വാട്സൺ ജർമ്മനിയിൽ നിന്ന് രഹസ്യമായി ഓടിപ്പോയി. ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നിട്ടും അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ ബലങ്ങൾ അതിശയകരമായിരുന്നു. തെക്കൻ അറ്റ്ലാന്റിക് തിമിംഗലങ്ങൾ ഒരിക്കൽ 1000 എണ്ണം മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ. ഇപ്പോൾ 25,000-ലധികമുണ്ട്. വെസ്റ്റേൺ ഗ്രേ തിമിംഗലങ്ങൾ പതുക്കെ കൂടി വരുന്നു. എന്നാൽ അവയെ രക്ഷിക്കുന്നതിന് വലിയ ചിലവ് വരുന്നു. വാട്സനെ അറസ്റ്റ് ചെയ്യാൻ ജപ്പാൻ ഇന്റർപോളിനോട് സഹായം അഭ്യർത്ഥിച്ചു. അതിനാൽ ഇന്റർപോൾ ഒരു റെഡ് നോട്ടീസ് പുറപ്പെടുവിച്ചു. സാധാരണയായി കൊലപാതകികളെയോ തീവ്രവാദികളെയോ ഉദ്ദേശിച്ചുള്ളതാണ് റെഡ് നോട്ടീസ്. ഒരു പരിസ്ഥിതി പ്രവർത്തകനെതിരെ ഇതുപയോഗിക്കുന്നത് ഇതാദ്യമായിരുന്നു. അപ്പോൾ വാട്സൺ ഒരു പിടികിട്ടാപ്പുള്ളിയായി. അദ്ദേഹത്തിന് 2 പാസ്പോർട്ടുകൾ ഉണ്ടായിരുന്നു, അമേരിക്കൻ, കനേഡിയൻ. എന്നാൽ അറസ്റ്റിന് ശേഷം കാനഡ അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് റദ്ദാക്കി. അദ്ദേഹം തിരിച്ചെത്തിയാൽ ജപ്പാനിലേക്ക് അയക്കുമെന്ന് അവർ പറഞ്ഞു. അദ്ദേഹം തിരിച്ചെത്തിയാൽ അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് അമേരിക്കയും പറഞ്ഞു. 2022 വാട്സൺ ഫ്രാൻസിൽ അഭയം തേടി. യാത്ര ചെയ്താൽ അറസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ളതിനാൽ അദ്ദേഹം അവിടെ തന്നെ തുടർന്നു. മുൻപൊരിക്കൽ അറസ്റ്റ് ഒഴിവാക്കാൻ അദ്ദേഹം 15 മാസം സമുദ്രത്തിൽ താമസിച്ചു. 2013 ജനുവരിയിൽ വാട്സൺ സീ ഷെപ്പേർഡ് നേതാവ് സ്ഥാനമൊഴിഞ്ഞിരുന്നു. 9 വർഷത്തിനുള്ളിൽ അവർ 6000 തിമിംഗലങ്ങളെ രക്ഷിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു. 35 വർഷത്തെ പ്രവർത്തനത്തിനിടയിൽ ഞാൻ ഒരാളെയും ഉപദ്രവിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. 2022 ആ സംഘം ദുർബലമായി തീർന്നിരിക്കുന്നുവെന്നും ഇനി നടപടിയെടുക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അവർ അദ്ദേഹത്തിന് 2.5 കോടി രൂപ വാഗ്ദാനം ചെയ്തു. പക്ഷേ അദ്ദേഹം അത് നിരസിച്ചു, രാജിവെച്ചു. പിന്നീട് അദ്ദേഹം ഒരു പുതിയ ഗ്രൂപ്പ് ആരംഭിച്ചു, ക്യാപ്റ്റൻ പോൾ വാട്സൺ ഫൗണ്ടേഷൻ. ജപ്പാന്റെ തിമിംഗല വേട്ടയ്ക്കെതിരെ അദ്ദേഹം പോരാട്ടം തുടർന്നു. എന്നാൽ 2024 ജൂലൈയിൽ അദ്ദേഹത്തിന്റെ കപ്പൽ ഗ്രീൻലാൻഡിലെത്തിയപ്പോൾ പോലീസ് അതിൽ കയറി.
12 വർഷം പഴക്കമുള്ള റെഡ് നോട്ടീസ് ഉപയോഗിച്ച് അവർ വാട്സനെ വീണ്ടും അറസ്റ്റ് ചെയ്തു. അപ്പോൾ വലിയ ചോദ്യം ഇതായിരുന്നു: ഗ്രീൻലാൻഡ് ഡെൻമാർക്കിന്റെ ഭാഗമാണ്. ഡെൻമാർക്ക് അദ്ദേഹത്തെ ജപ്പാനിലേക്ക് അയക്കുമോ? പല രാജ്യങ്ങളിലും ആളുകൾ പ്രതിഷേധിച്ചു. ഒടുവിൽ 2024 ഡിസംബർ 17 ഡെൻമാർക്ക് ജപ്പാന്റെ അഭ്യർത്ഥന നിരസിച്ചു. 5 മാസത്തെ ജയിൽവാസത്തിന് ശേഷം വാട്സൺ സ്വതന്ത്രനായി. അദ്ദേഹം പറയുന്നു, മനുഷ്യർ ഒരു വൈറസ് പോലെയാണ്. ഭൂമി ശരീരമാണ്, മനുഷ്യർ അതിനെ കൊല്ലുന്നു. തിമിംഗലങ്ങൾ മനുഷ്യരെക്കാൾ ബുദ്ധിമാനാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. അവയെ കൊല്ലുന്നത് കൊലപാതകത്തിന് തുല്യമാണ്. ഇപ്പോൾ സമുദ്രജീവിതം അതിവേഗം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പല മൃഗങ്ങളും നമ്മൾ കണ്ടെത്തുന്നതിനു മുമ്പ് തന്നെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് പ്രധാന മത്സ്യബന്ധനങ്ങളിൽ 70% അമിതമായി ഉപയോഗിക്കപ്പെടുന്നു. 2048 ആകുമ്പോഴേക്കും മത്സ്യവ്യവസായങ്ങൾ തകർന്നേക്കാം. പോൾ വാട്സണ് ഇപ്പോഴും പ്രതീക്ഷയുണ്ട്. പക്ഷേ അദ്ദേഹം പറയുന്നു, നമ്മൾ നമ്മുടെ ചിന്താഗതി മാറ്റണം. മനുഷ്യർ അഹങ്കാരികളാണ്. ഒരു ജീവിവർഗത്തിനും പ്രകൃതി നിയമങ്ങൾ ലംഘിക്കാൻ കഴിയില്ല. നമ്മൾ മാത്രമാണ് അത് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നു, ഗ്രഹത്തെ നമ്മിൽ നിന്ന് രക്ഷിക്കാനുള്ള ഒരു യുദ്ധമാണിത്. പോൾ വാട്സന്റെ രീതികൾ ശരിയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കൂ. നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെ ആയാലും ഒരു കാര്യം വ്യക്തമാണ്: ഒരാൾക്ക് വലിയ മാറ്റമുണ്ടാക്കാൻ കഴിയും. ഇന്ന് പോൾ വാട്സണ് 74 വയസ്സായി. പക്ഷേ അദ്ദേഹം നിർത്താൻ തയ്യാറല്ല. 2025 ജൂണിൽ തിമിംഗലങ്ങളെ സംരക്ഷിക്കാനുള്ള തന്റെ അടുത്ത ദൗത്യം ആരംഭിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ പുതിയ ഫൗണ്ടേഷനിലൂടെ ഇപ്പോൾ തന്നെ സെർച്ച് ചെയ്യൂ. ഇത് തിമിംഗലങ്ങളെ രക്ഷിക്കാനുള്ള പോരാട്ടം മാത്രമായിരുന്നില്ല, ഭൂമിയിലെ ജീവൻ രക്ഷിക്കാനുള്ള പോരാട്ടമായിരുന്നു. പോൾ വാട്സൺ പ്രശസ്തിക്ക് വേണ്ടിയല്ല ഇത് ചെയ്തത്. തിമിംഗലങ്ങൾ ജീവിക്കാൻ വേണ്ടി, ഹാർപൂണുകൾ നിർത്താൻ വേണ്ടി അദ്ദേഹം തന്റെ ജീവൻ പണയപ്പെടുത്തി. ലോകം നിശബ്ദമായിരുന്നപ്പോൾ അദ്ദേഹം സമുദ്രത്തിലേക്ക് പോയി പറഞ്ഞു, ഞാൻ നിശബ്ദത പാലിക്കില്ല. ചിലർ അദ്ദേഹത്തെ കുറ്റവാളിയെന്ന് വിളിച്ചു, ചിലർ അദ്ദേഹത്തെ വീരൻ എന്ന് വിളിച്ചു. പക്ഷേ മരിക്കുന്ന ഒരു തിമിംഗലത്തോട് അവൻ മാത്രമാണ് കരുതലോടെ പെരുമാറിയത്. ഈ കഥ തിമിംഗലങ്ങളെക്കുറിച്ച് മാത്രമല്ല, ഇത് ധൈര്യത്തെക്കുറിച്ചാണ്. സ്വയം പോരാടാൻ കഴിയാത്തവർക്ക് വേണ്ടി പോരാടുന്നതിനെക്കുറിച്ച്. ഇന്നും തിമിംഗലങ്ങൾ സമുദ്രത്തിൽ പാടുന്നു. എന്നാൽ അവരുടെ ഗാനം തുടരുമോ? അത് നമ്മെ ആശ്രയിച്ചിരിക്കുന്നു. ആ ഓർമ്മപ്പെടുത്തലോടെ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഈ കഥ നിങ്ങളെ സ്പർശിച്ചെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആളുകളെ അറിയിക്കുക.